ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അവർ ഫാമിലി വ്ളോഗ്സിൻ്റെ മറ്റൊരു നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. എനിക്കിന്നിപ്പോൾ നാട്ടിൽ നിന്ന് 2 കോൾ വന്നു. 2 എൻ്റെ ഫ്രണ്ട്സാണ് വിളിച്ചത് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിഷയം വേണ്ടി വിളിച്ചത്. എന്നിട്ട് ഞാൻ മോൻ്റെ നമ്പർ കൊടുത്തു, എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വൈകിട്ട് വിളിച്ചാൽ മതി, ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുക, വരുമ്പോഴത്തേക്ക് വിളിച്ച് മോന് വിഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവനും ഇഷ്ടമാണ് ആ 2 ആൻറ്റിമാരെ. ഞങ്ങളുടെ ഇടയ്ക്ക് ചെറിയ ഗെറ്റ് ടുഗെദർ പോലെയൊക്കെ കൂടാറുണ്ട്, അവരുടെ ഫങ്ഷൻസിന് ഞങ്ങളെ വിളിക്കാറുമുണ്ട്. അങ്ങനെ അവനറിയാം. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു ചെറിയൊരു കണ്ടൻറ്റ്, ചെറുതാണെങ്കിലും അത് വളരെ നമ്മുടെ ലൈഫിൽ വളരെ പ്രാധാന്യമുള്ളൊരു കണ്ടൻറ്റാണ്. ഏതൊരു സ്ത്രീയും പുരുഷനും ആഗ്രഹിക്കുന്ന ഒന്നാണ് അവർ എന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ. അതായത് അവരുടെ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ഒരു വ്യക്തിയെ ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മൾ അവരുടെ കരിയർ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. പക്ഷേ ഒരു പരിധിവരെ ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കരിയർ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു, അവനതിൽ സ്റ്റേബിളാകാൻ സാധിക്കുന്നു, അവനതിൽ സക്സസ്ഫുൾ ആകാനായിട്ട് സാധിക്കുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ പഠിക്കുന്നു, ജോലി നേടുന്നു, അത് കഴിഞ്ഞ് വിവാഹമാകുമ്പോഴത്തേക്കും അവളുടെ ലൈഫ് തന്നെ ടോട്ടലി ചേഞ്ച് ആവുകയാണ്. കാരണം ഇത്രയും നാളും ഒരു അധികം റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാതെ അച്ഛൻ്റെ അമ്മയുടെയും തണലിൽ ജീവിച്ച് വളരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം വേറൊരു വീട്ടിലേക്ക് പോകുന്നു, പിന്നെ ചുറ്റുപാടിലേക്ക് പോകുന്നു. അവൾ പോലും അറിയാതെ കുറേ ഉത്തരവാദിത്തങ്ങൾ അവൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. ഒരു ഭാര്യ എന്ന ഉത്തരവാദിത്വം, ഒരു മരുമകൾ എന്ന ഉത്തരവാദിത്വം, പിന്നെ അതിൻ്റെ ചുറ്റിപ്പറ്റി വരുന്ന കുറേ ബന്ധങ്ങളുടെ നാഴികയിലൊക്കെ പെട്ട് ഒരുപാട് സ്ത്രീകൾ സത്യം പറഞ്ഞാൽ ഞെരിഞ്ഞ് അമർന്നാണ് അവരുടെ ജീവിതം ജീവിക്കുന്നത്. ഏതൊരു സ്ത്രീയോട് ചോദിച്ചാലും അവരാഗ്രഹിക്കുന്നതാണ്, ഞാൻ ഒരുപാട് പഠിച്ചു, പക്ഷേ എനിക്ക് ഒരു ജോലിക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ജോലിയായിരുന്നു, പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞതോടെ എനിക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിച്ചില്ല. കാരണം ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ, എൻ്റെ ഭർത്താവിന് ഇഷ്ടമല്ല, എൻ്റെ ഭർത്താവിൻ്റെ ഫാമിലിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഇനി ചില കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പം അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുന്നേ ഈ ആലോചന വന്ന സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കല്യാണം കഴിഞ്ഞാലും പഠിക്കാം, കല്യാണം കഴിഞ്ഞാലും ജോലിക്ക് പോകാം, ഒരു തടസ്സവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേച്ചി കല്യാണമൊക്കെ നടന്നത്. പക്ഷേ ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ പോലും ആഗ്രഹിക്കാതെ എങ്ങനെയൊക്കെയോ കടന്നു പോകുന്നു. പിന്നെ കുട്ടികളും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലും ഞാൻ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, എൻ്റെ പാരൻസ് എന്നെ പഠിപ്പിച്ചതൊക്കെ വെറുതെയായി ചേച്ചി എന്ന് പറയുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഈവൻ ഞാൻ പോലും അങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ചിന്താഗതികളൊക്കെ മാറ്റാൻ ഒരൊറ്റ വ്യക്തി വിചാരിച്ചാൽ മതി. കുടുംബ ബന്ധങ്ങളൊക്കെ വേണം, വേണ്ട എന്നല്ല. പക്ഷേ നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് വരുന്ന നമ്മുടെ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ നമ്മളൊന്നറിയുക. ആ ഇഷ്ടങ്ങൾ ഒരല്പമെങ്കിലും ഒന്ന് സാധിച്ചു കൊടുക്കാൻ സാധിക്കുക. സാരി മേടിച്ചു കൊടുക്കുക, പുറത്തുകൊണ്ടുപോയി ഫുഡ് കൊടുക്കുക, പിന്നെ സ്നേഹിക്കുക, അടുത്തിരുന്ന് സ്നേഹപ്രകടനങ്ങൾ നടത്തുക. അതിനേക്കാളൊക്കെ ഉപരി അവളെന്ന് പറയുന്ന ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് അവൾക്ക് ചില ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, അത് നേടിയെടുക്കാൻ വേണ്ടി അവളെ പ്രോത്സാഹിപ്പിക്കുക, അതിനൊരു താങ്ങാവുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ജീവിത പങ്കാളി, ഒരു ലൈഫ് പാർട്ട്ണർ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു എൻ്റെ ഒരു ലൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ടാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏകദേശം എൻ്റെ +2 കഴിഞ്ഞു, TTC കഴിഞ്ഞു, ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം നടക്കുന്നത്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നൻ്റ് ആയി. ഡെലിവറി ടൈം അതൊക്കെ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തു. അപ്പോഴും എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടായിട്ട് നിന്ന് എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരൻ്റെ ഹെൽപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോലും പറ്റി. പിന്നെ എൻ്റെ പേരൻസ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു, കുഞ്ഞിനെ നോക്കാനാണെങ്കിലും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. കാരണം എൻ്റെ കുഞ്ഞിനെ നോക്കാൻ വേറെ ആരുമില്ല, എനിക്ക് വിശ്വസിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് കുറേ പ്രശ്നങ്ങൾ അതിന് ചുറ്റും ഒരുപാട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുടുംബജീവിതം ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിനും നമുക്കിങ്ങനെ വരും. നമ്മൾ അത്രയും ടൈറ്റായി പോകുന്ന ഒരവസ്ഥയിൽ നിന്നൊരു സമയം എനിക്കുണ്ടായിട്ടുണ്ട്. കുറേ വർഷങ്ങൾക്ക് ഇപ്പം 2019 ഞങ്ങളുടെ മോള് വന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും എനിക്ക് PG ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹം
എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്റ്റൻ്റായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ MA ഇക്കണോമിക്സ് 2 വർഷം. അത് നമ്മുടെ കൊറോണ ടൈമായിരുന്നു. സാറ്റർഡേ സൺഡേ പോയാൽ മതി. പിന്നെ നോട്ട്സും കാരണം അത്രയും അതിനേക്കാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഞാൻ. കാരണം നോട്ട്സൊക്കെ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യണമായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു ആ ഒരു ടൈമിലൊക്കെ. അസൈൻമെൻറ്റൊക്കെ ചെയ്യുമ്പോൾ വീട്ടിലെ ജോലികളാണെങ്കിലും മക്കളുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഈവൻ എൻ്റെ പേപ്പർ പോലും എനിക്ക് ലൈൻ ചെയ്ത് തരാനും അത് ഡെക്കറേറ്റ് ചെയ്യാനും അത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, എനിക്കൊരു അഭിപ്രായം ചോദിക്കാനും എനിക്ക് പറ്റിയ ഒരു ലൈഫ് പാർട്ട്ണർ തന്നെയാണ് എന്ന് എനിക്ക് ഒന്നും കൂടെ എൻ്റെ ലൈഫിനെ കുറച്ചും കൂടെ എന്താ പറയുക ഒരു കുറച്ചും കൂടെ ഒന്ന് കളർഫുള്ളാക്കാനായിട്ട് അദ്ദേഹം മാക്സിമം എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊരു ഡ്രീം നേടണമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് എനിക്ക് കുറച്ച് പൈസ എനിക്ക് ചിലവാകും, ഒരുപാട് പൈസ വേണ്ടി വരും. അന്നേരം ഞങ്ങളുടെ ഈ നിലനിൽക്കുന്ന ജീവിത സാഹചര്യം വെച്ചിട്ട് എനിക്കത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതും കൂടെ പരിഗണിച്ചിട്ടാണ് രണ്ടും കൽപ്പിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എടുത്തൊരു തീരുമാനമാണ് കുറച്ച് നാൾ നമുക്ക് നമ്മുടെ ലൈഫ് കുറച്ചൊന്നും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ തീരുമാനം കുറച്ചൊന്നും പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചിട്ട് കുറച്ചും കൂടെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾ സെറ്റിൽഡാക്കും. ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. ഇപ്പോഴും എൻ്റെ വീഡിയോ കൊണ്ട് കാണുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്ന ചെറിയ ആഗ്രഹം, ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ആഗ്രഹിക്കുന്ന നിങ്ങളൊരു കോഴ്സ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിരിക്കാം, അല്ലെങ്കിൽ തുടർന്ന് പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാഷൻ ഡിസൈനിങ്, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഇന്നുണ്ട്. എന്താണോ നിങ്ങളുടെ ജീവിത പങ്കാളി ആഗ്രഹിക്കുന്നത് അത് നേടിക്കൊടുക്കുക, അത് ചെയ്യാനായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ ജോലിക്ക് പോയി ജീവിക്കേണ്ട സാഹചര്യമൊന്നും ഞങ്ങൾക്കില്ല, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കാൻ സാധിക്കുന്നുണ്ട്, അത് മതി, ഇങ്ങനെ അങ്ങ് പോയാൽ മതി എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് വെറും തെറ്റായ ധാരണയാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം നിങ്ങൾക്കറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇൻ കേസ് ഭർത്താവെന്ന് പറയുന്ന വ്യക്തിയുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുകയോ അത് നഷ്ടപ്പെടുകയോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗ്ഗം അതോടെ നിലയ്ക്കുകയാണ്. അതേസമയം നിങ്ങളുടെ ഭാര്യയ്ക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങാവാൻ, നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാതെ പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സാധിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. അതിനേക്കാളൊക്കെ ഉപരി നിങ്ങളുടെ ഭാര്യ എന്നും നിങ്ങൾ വീട്ടിൽ വെച്ച് സ്നേഹം കൊടുക്കുന്നതിനേക്കാളും ഏറെ ആ വ്യക്തിയുടെ ആഗ്രഹത്തെ സപ്പോർട്ട് ചെയ്ത് അവരെ ഒന്ന് പറക്കാൻ, അവരുടെ ആഗ്രഹത്തിന് പുറകെ ഒന്ന് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിലും എത്രയോ ഇരട്ടി അവർ നിങ്ങളെ സ്നേഹിക്കുമെന്നറിയാമോ, ബഹുമാനിക്കുമെന്നറിയാമോ. അവരുടെ ഓരോ സന്തോഷത്തിന് പിന്നിലും അവർ അഭിമാനത്തോടെ പറയും, എൻ്റെ ഭർത്താവാണ് എൻ്റെ ഈ വിജയത്തിൻ്റെ പിന്നിലെന്ന് തീർച്ചയായിട്ടും അവർ പറയും. ഇന്ന് പല സ്ത്രീകളും കരഞ്ഞുകൊണ്ട് പറയുന്നത് എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല, ഹസ്ബൻഡിൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല. അന്നേരം അവരുടെ കണ്ണീരിന് കാരണം നിങ്ങളാവുകയാണ് ചെയ്യുന്നത്. അവരുടെ സന്തോഷത്തിന് കാരണമല്ലാകുന്നത്, കണ്ണീരിനാണ് നിങ്ങൾ കാരണമാവുന്നത്. ഇനി എല്ലാവരും പറയുന്നതാണ്, എൻ്റെ വീട്ടിൽ കുറേ ജോലികളുണ്ട്, മക്കളെ നോക്കണം, ഇതെല്ലാം വൈഫ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? ഒരു ഭർത്താവിന് ഒരു ഭാര്യയെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയോ സിംഗിൾ ഫാമിലീസ് 2 പേരും ജോലിക്ക് പോകുന്നുണ്ട്, കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് വേണ്ടത് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാവണം. ജീവിതം ഏത് രീതിയിൽ പോകണം. ഇപ്പോൾ നമുക്ക് 2025 നമ്മൾ പ്രവേശിക്കുന്ന സമയമാണ്, പുതിയ വർഷമാണ്. അപ്പോഴും നമുക്ക് പുതിയ വർഷത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാം. ഇതുവരെ നമ്മൾ നിലനിൽക്കുന്ന പാരമ്പര്യം അല്ലെങ്കിൽ പണ്ടത്തെ ചിന്താഗതി അതിനെയൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ. അതൊക്കെ നേടിയെടുക്കാനായിട്ട് എന്നും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കേണ്ട വ്യക്തിയാണ് അവരുടെ ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ സക്സസ്സിന് പിന്നിൽ 99.9% ഒരു സ്ത്രീയാണ്. കാരണം ആ ഒരു സ്ത്രീ ആ വീട്ടിലുള്ളത് കൊണ്ടാണ്, തൻ്റെ ഭാര്യ വീട്ടിലുള്ളത് കൊണ്ടാണ് തൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകുന്നത്. തൻ്റെ ഭാര്യ ഇല്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈവൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓഫീസിൽ പോകാൻ പോലും പറ്റത്തില്ല.
അതാണ് ഒരു വീട്ടിൽ ഒരു ഭാര്യയുടെ കടമ, അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഒരു 90% ജോലി തീരുവാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിങ്ങൾ പോകുന്നതിന് മുമ്പേ കുഞ്ഞുങ്ങൾ പോയിട്ടുണ്ടാകും. പിന്നെ ആ സ്ത്രീ ഒറ്റയ്ക്ക് അത്രയും മണിക്കൂർ ആ വീട്ടിലിരുന്ന് അവരുടെ എന്താ പറയുക, അവരുടെ ആഗ്രഹങ്ങളൊക്കെ അതിലങ്ങ് കുഴിച്ചു മൂടുവാണ്. ഇതാണ് എൻ്റെ ജീവിതം എന്ന് അവർ അടിയറ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു അവസരം ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. അവരും ജോലിക്ക് പോകട്ടെ, അവരും അവരുടെ ആഗ്രഹങ്ങളുടെ പിന്നിൽ, അവരുടെ ലക്ഷ്യസ്ഥാനത്ത് അവരും പതുക്കെയെങ്കിലും എത്തിപ്പെടട്ടെ. അത് വരുമാനം ചെറുതോ വലുതോ എന്നല്ല. വരുമാനമല്ല ഒരിക്കലും ഒരാളുടെ അളവുകോല് ജീവിതത്തിൽ. അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവരത് ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീർക്കാൻ ഉള്ളതല്ല. ഒരു മെഴുകുതിരി പോലും കത്തുന്നതിന് മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കാൻ, പക്ഷേ അത് സ്വന്തമായി പ്രകാശിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് പ്രകാശവും കൊടുക്കുന്നു, അതിൻ്റെ കടമ അത് നിറവേറ്റുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ജീവിത പങ്കാളിയുടെ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിലും ചെറിയ സ്വപ്നങ്ങളാണെങ്കിലും ഒന്ന് കൈപിടിച്ച് സഹായിക്കുക, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, മുമ്പോട്ട് കൊണ്ടുപോവുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലം നമുക്കറിയാം, നമ്മുടെ ഓരോ ആവശ്യങ്ങളും ഓരോ ദിവസവും കൂടി കൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. അവരുടെ ആഗ്രഹങ്ങളിൽ, അവരുടെ ഡ്രീംസിൻ്റെ പുറകെ അവരെ പറക്കാനായിട്ട് അനുവദിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഈ ഇരുണ്ട മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന വല്ലാത്തൊരു പ്രകാശമായിരിക്കും അത്. ഈ ഒരു 2025 അങ്ങനെ ഒരു വർഷമായിരിക്കണം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം. അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.